ഈ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില മാതാപിതാക്കൾ പറയാറുണ്ട്, കുട്ടികളുടെ ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പിൾ ഇഷ്യൂസ് ആയിട്ടൊക്കെ ആയിരിക്കാം അവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ പാരൻസ് പറയുന്നൊരു കാര്യമാണ്, മോൻ അവളെ നന്നായി സ്നേഹിച്ചാൽ അവൾ മാറിക്കൊള്ളും, അല്ലെങ്കിൽ മോള് കുറച്ചും കൂടി അവനെ നന്നായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മാറും എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കണം, ഒരു എക്സ്ട്രാ ലവ് അല്ലെങ്കിൽ കുറേ എക്സ്റ്റേണൽ എഫേർട്ട് കൊടുത്തത് കൊണ്ടിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഡീപ്ലി റൂട്ടഡ് ആണ്, എസ്പെഷ്യലി നെഗറ്റീവ് വൺസ്. അതൊക്കെ അവരുടെ ഒരു ഫെമിലിയർ പാറ്റേണോ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം വളരെ റൂട്ടഡ് ആയതുകൊണ്ടിട്ട് അത് മാറ്റാനായിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ എഫേർട്ട് കൊടുത്തത് കൊണ്ടിട്ട് അതൊരു ടെമ്പററി ആയിട്ട് ചില ചേഞ്ചസ് ഒക്കെ വന്നിരിക്കാം, പക്ഷെ അതൊരു പെർമനന്റ് ചേഞ്ച് ആവണം എന്ന് നിർബന്ധമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ അത്തരം ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം ഉള്ള ആ വ്യക്തി സ്വയം വിചാരിക്കാതെ അവർക്കൊരു ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരും വിചാരിക്കുന്നത്, ഞാൻ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ലവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വ്യക്തിയെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം മാറ്റാൻ എക്സ്ട്രാ ലവ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. ആ വ്യക്തി തന്നെ സ്വയം വിചാരിക്കണം, എനിക്കിത് മാറണം അല്ലെങ്കിൽ എനിക്കിത് മാറ്റണം എന്നുള്ളത്.